ഹായ് സ്റ്റുഡൻറ്റ്, ഇന്നത്തെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ക്ലാസ് 10 റിയൽ നമ്പേഴ്സിന്റെ ബാക്കി ഭാഗം ഒന്ന് നോക്കിയാലോ? ഓക്കെ, അപ്പം നോക്കിക്കേ, ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചെക്ക് വെദർ 6n ക്യാൻ എൻഡ് വിത്ത് ദ ഡിജിറ്റ് 0 ഫോർ എനി നാച്ചുറൽ നമ്പർ n അല്ലേ. 6n ഏതെങ്കിലും നാച്ചുറൽ നമ്പേഴ്സിൽ 0, 1, 2, 3 അല്ലേ, നാച്ചുറൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എൻഡ് ഡിജിറ്റ് 0 ആകുമോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ. അപ്പോൾ 6n ഇതിന് ഏതെങ്കിലും നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്ന 1, 2, 3 എന്ന് പറയുന്ന നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആകുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം നമുക്കറിയാം ലാസ്റ്റ് ഡിജിറ്റ് 0 ആകണമെങ്കിൽ എന്താണ് വേണ്ടത്? അത് 10ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം അല്ലേ. അങ്ങനെയാണല്ലോ. അപ്പം നമുക്ക് ഒരു 10 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 10ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10, 20, 30, 40 എക്സെട്ര ഇങ്ങനെ പോകുന്നല്ലേ. ഇതിൻ്റെ ഒക്കെ തന്നെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 0 ആണ് അല്ലേ. 10ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം അല്ലേ, എങ്കിൽ മാത്രമേ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 0 കിട്ടുകയുള്ളൂ. അപ്പോൾ 10 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ 2 × 5 അല്ലേ 10 എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഫാക്ടേഴ്സ് 2ഉം 5ഉം ആണല്ലോ. അപ്പം ഇവിടെ 10⁻²2 എടുത്തു കഴിഞ്ഞാൽ 10⁻2 എടുത്തു കഴിഞ്ഞാൽ 2⁻2 × 5⁻2 ആണല്ലോ. ഇങ്ങനെ നമ്മൾ 10ന്റെ ഫാക്ടേഴ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 20യുടെ ആണെങ്കിലും ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 10ന്റെ മൾട്ടിപ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 2ഉം 5ഉം ആണ് അല്ലേ. 2ഉം 5ഉം ഫാക്ടറായി വന്നാൽ മാത്രമേ നമുക്ക് എൻഡ് ഡിജിറ്റ് 0 ആയിട്ട് കിട്ടുകയുള്ളൂ അല്ലേ. അപ്പം നമുക്ക് നോക്കിക്കേ. അപ്പം നമുക്ക് 5ന്റെ മൾട്ടിപ്പിൾസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് 40 എന്ന് പറയുന്ന 5ന്റെ മൾട്ടിപ്പിൾസും ആണ്, അതുപോലെ തന്നെ നമുക്ക് 10ന്റെ മൾട്ടിപ്പിൾസും ആണല്ലേ. എങ്ങനെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് 2³ × 5. ഇവിടെയും നമുക്ക് എന്താണ് കിട്ടുന്നത്? 2ന്റെയും 5ന്റെയും ഫാക്ടേഴ്സ് ആണ് കിട്ടുന്നത് അല്ലേ. അപ്പം നമുക്ക് പറയാം എൻഡ് ഡിജിറ്റ് 0 ആണെങ്കിൽ അതിൻ്റെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2ഉം 5ഉം ആയിരിക്കണം അല്ലേ. നേരെ മറിച്ച് നമുക്ക് 6n എടുത്ത് നോക്കിക്കേ. 6n എന്ന് പറയുന്നത് നമുക്ക് n = നാച്ചുറൽ നമ്പർ ആണ് അല്ലേ. നാച്ചുറൽ നമ്പർ അതായത് 1, 2, 3, 4 എക്സെട്ര അല്ലേ. നാച്ചുറൽ നമ്പർ കൗണ്ടിങ് നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം നോക്കിക്കേ, 6ന് 1 എന്ന വാല്യൂ ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? 6 എന്ന് കിട്ടും അല്ലേ. 6ന് 2 എന്ന വാല്യൂ ഇട്ട് നോക്കിക്കേ. അപ്പം നമുക്ക് എന്ത് കിട്ടും? 36 എന്ന് കിട്ടും അല്ലേ. 6² എന്ന് പറയുന്നത് 36 ആണ്. 6 × 6 ആണ് അല്ലേ. 6 × 6 എന്ന് പറയുന്നത് 36 ആണ്. 6⁻3 എന്ന് പറഞ്ഞാലോ 216 ആണ് അല്ലേ. അപ്പം നോക്കിക്കേ, അപ്പോൾ 6 × 6 ആണ്. 6 × 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36. 36 × 6 216 ആണ് വരുന്നത്. അപ്പം നോക്കി, ഇതിൻ്റെ ഒക്കെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? 6 ആണ് വരുന്നത് അല്ലേ. 0-യിലല്ല എൻഡ് ചെയ്യുന്നത്. 0-യിൽ എൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? 2ന്റെയും 5ന്റെയും ഫാക്ടർ വേണം അല്ലേ. 2ഉം 5ഉം ഫാക്ടറായിട്ട് വരണം. അതിന് 10ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം അല്ലേ. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം അല്ലേ. അപ്പം നോക്കിക്കേ, അപ്പം ഇതിൻ്റെ എല്ലാ ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ് വരുന്നത്. അപ്പം നമുക്ക് 6n ഫാക്ടറൈസേഷൻ എടുത്താൽ എങ്ങനെ വരും? 2 × 3 the whole raised to n എന്ന് വരും അല്ലേ. 2 × 3 the whole raised to n എന്ന് പറയും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അത് 2n × 3n എന്ന് എഴുതാം അല്ലേ. നോക്കിക്കേ, ഇവിടെ രണ്ടിടവും വന്നിരിക്കുന്നത് എന്താണ്? 2ഉം 3ഉം ആണ് ഫാക്ടറായിട്ട് വന്നിരിക്കുന്നത് അല്ലേ. 5 എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇതിനകത്ത് വന്നിട്ടേ ഇല്ല അല്ലേ. അതാണല്ലോ ഇവിടെ കണ്ടിരിക്കുന്നത്. ഇവിടെ 2ഉം 3ഉം ഫാക്ടറായിട്ടാണ് 6ന് വന്നിരിക്കുന്നത്. 5 വന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? അത് 10 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ മാത്രമേ, 10ന്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് 2ഉം 5ഉം വരികയുള്ളൂ അല്ലേ. ക്ലിയർ ആണല്ലോ. അപ്പം നമുക്ക് നോക്കിക്കേ, ഇപ്പം 6 എന്ന് പറഞ്ഞാൽ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 2ഉം 3ഉം ആണ് കിട്ടുന്നത് അല്ലേ. അപ്പം അതിനകത്ത് ഒരിക്കലും 5 വരുന്നില്ല. അപ്പം നമുക്ക് അക്കോർഡിംഗ് ടു ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് പറയുന്നത് എന്താണ്? പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? യുണീക്ക് ആണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്താണ്? 6 എന്ന് പറയുന്നത് 2 × 3 ആണ്. അതിൽ ഇനി ഒരു 5 വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം? ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 0-യിൽ എൻഡ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? 5 എന്ന ഫാക്ടർ വന്നിട്ടില്ല, അതുകൊണ്ട് അല്ലേ. അപ്പം നമുക്ക് ഇത് തിയറം എങ്ങനെയാണെന്ന് ക്ലിയർ ആയല്ലോ അല്ലേ. ഇത്
എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ നമുക്ക് വേറൊരു നമ്പർ തരികയാണ് 4n. ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നേ. ഇനി നമ്പർ തന്നോട്ടെ, അതൊക്കെ തന്നെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പം എങ്ങനെയാണ് ഇത് പറയുന്നത്, എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? അത് 10ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം. അതുപോലെ തന്നെ 6ന് ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എന്താണ് 2 ഫാക്ടർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. 2ഉം 3ഉം എന്ന് പറഞ്ഞ ഫാക്ടർ മാത്രമേ 6നകത്ത് വരുന്നുള്ളൂ, 5 വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 0യിൽ എൻഡ് ചെയ്യുന്നില്ല. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമുക്കത് എങ്ങനെ എഴുതാം നോക്കിക്കേ. For any number to end with the digit 0, it must be divisible by 10. അപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്പർ നമ്മൾ 0യിൽ എൻഡ് ചെയ്യണമെങ്കിൽ അത് എന്തായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് മസ്റ്റ് ബി ഡിവിസിബിൾ ബൈ 10. അത് ഒന്നില്ലെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ 10ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് മീൻസ്, അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ്സ് പ്രൈം ഫാക്ടറൈസേഷൻ മസ്റ്റ് കണ്ടെയ്ൻസ് both 2 and 5. അപ്പം എന്താണ് അതിനകത്തെ പ്രൈം ഫാക്ടറൈസേഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2ഉം 5ഉം വരണം, ഫാക്ടറായിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ, അല്ലേ? അതായത് എൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ, 0യിൽ എൻഡ് ചെയ്യുകയുള്ളൂ. അപ്പം നമുക്ക് നെക്സ്റ്റ് പ്രൈം ഫാക്ടറൈസേഷൻ 6n. 6n നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നത്? 6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 × 2 ആണ്. അപ്പോൾ 6n ആകുമ്പോഴോ 3 × 2 the whole raised to n, അല്ലേ? അപ്പം the prime factorization 6n are only 2 and 3. The number 5 is not present in the prime factorization of 6n, അല്ലേ? ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ നമുക്ക് 6ന് എന്താണ് കിട്ടിയിരിക്കുന്നത്? 2ഉം 3ഉം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമ്പർ 5 എന്ന് പറയുന്നത് അതിൽ പ്രസന്റ് ആയിട്ടില്ല, ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ കിട്ടിയിട്ടില്ല, അല്ലേ? നമുക്ക് ഇനി എന്താണ് തിയറം പറയുന്നത്? എന്താണ് അക്കോർഡിംഗ് ടു ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്, ദിസ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? യുണീക്ക് ആണ്, അല്ലേ? യുണീക്ക് ആണ്. സിൻസ് 5 ഈസ് നോട്ട് എ ഫാക്ടർ. 5 എന്ന് പറയുന്നത് അതിലൊരു ഫാക്ടറേ അല്ല. എന്തായിരുന്നു ഫാക്ടർ? 2ഉം 3ഉം ആണ് നമ്മുടെ 6ന്റെ ഫാക്ടർ. അതിൽ 5 വരുന്നില്ല, അല്ലേ? 6n can never end with the digit 0 for any natural number n. 6n നെ ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും എന്താണ് ഡിജിറ്റ് 0 വരുന്നില്ല, അല്ലേ? 0 എന്ന് പറയുന്ന അത് വരുന്നില്ല. പിന്നെ 0 വരണമെങ്കിൽ 5 ഫാക്ടറായിട്ട് വരണമല്ലേ? 6n നെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് നമുക്ക് 0 വരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അതുപോലെ നമുക്കിപ്പോൾ 6n ആണ് നമുക്കിപ്പോൾ പറഞ്ഞ ലാസ്റ്റ് ഡിജിറ്റ് 0യിൽ എൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം. ഇനി അതുപോലെ തന്നെ നമുക്ക് 4n തന്നു കഴിഞ്ഞാലോ, എനി നമ്പർ ആയിക്കോട്ടെ, ഡിജിറ്റ് 0യിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 4n ആണെങ്കിൽ എന്താണ് സ്റ്റെപ്പ് ഇതുപോലെ തന്നെ എഴുതണം നിങ്ങൾ. അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ ഫാക്ടർ എന്താണ്? 4n നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? 2 × 2 the whole raised to n. ബാക്കി എല്ലാം സെയിം ആണ്, മനസ്സിലായോ? ഇത് ഒരെണ്ണം പഠിച്ചു വെച്ചിട്ട് നമുക്ക് ബാക്കിയെല്ലാം അതേപോലെ എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ, മനസ്സിലായല്ലോ, അല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Explain why 7 × 11 × 13 + 13 and 7 × 6 × 5 × 4 × 3 × 2 × 1 + 5 are composite numbers, അല്ലേ? ഇത് കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. അത് എങ്ങനെയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്, എന്തുകൊണ്ടാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പം എങ്ങനെയാണ് നമുക്ക് നോക്കാം. നോക്കിക്കേ, ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്? നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് നമ്മൾ കോമ്പോസിറ്റ് നമ്പർ എന്താണ്. കോമ്പോസിറ്റ് നമുക്ക് നോക്കിക്കേ, ഇപ്പോൾ 4 എന്നൊരു നമ്പർ എടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ഏതൊക്കെ ഫാക്ടർ വരുന്നുണ്ട്? 2 വരുന്നുണ്ട്, കൂടാതെ എന്താണ് അതിൻ്റെ കൂടെ 1 എന്നൊരു ഫാക്ടറും കൂടി വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതിന് 4 എന്ന് പറയുന്നത് എന്താണ്? 2 or more ഫാക്ടർ ആണ്, അല്ലേ? 2 or more ഫാക്ടർ ആയതുകൊണ്ടാണ് അതെന്താണ് കോമ്പോസിറ്റ് നമ്പർ ആയത്, അല്ലേ? അതിനൊക്കെ തന്നെ നമുക്ക് 8 നോക്കിക്കേ, 2 × 2, അല്ലേ? അപ്പം എന്താണ് × 1, എല്ലാത്തിനും 1 ഒരു ഫാക്ടറാണ്, അല്ലേ? അപ്പം എന്താണ് ഇതിനും അതാണ് തന്നെ 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട്, അല്ലേ? മോർ ദാൻ 2 ഫാക്ടേഴ്സ്, അതാണ് കോമ്പോസിറ്റ് നമ്പർ. അപ്പം നമുക്ക് പ്രൈം നമ്പർ 2 എന്താണ്? ഒരു പ്രൈം നമ്പറാണ്. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്താണ് മീൻ ചെയ്യുന്നത്? അതായത് പ്രൈം നമ്പറിന് ആ നമ്പറും 1ഉം ആ നമ്പറും മാത്രമേ ഫാക്ടറായി ഉണ്ടാകുകയുള്ളൂ, അല്ലേ? 1 ആൻഡ് ദ നമ്പർ ഇറ്റ്സെൽഫ്. അതുകൊണ്ട് തന്നെ 5 എടുത്ത് 1ഉം 5ഉം മാത്രമേ അതിന് ഫാക്ടറായിട്ട് ഉണ്ടാകുകയുള്ളൂ, അല്ലേ? അപ്പോൾ പ്രൈം നമ്പേഴ്സിൻ്റെ കേസിൽ അതും 1ഉം അതേ നമ്പറും മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കോമ്പോസിറ്റ് നമ്പേഴ്സിൻ്റെ കേസിൽ അത് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, 7 × നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. 7 × 11 × 13 + 13. ഇവിടെ നോക്കിയ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയുണ്ട് 13, ഇവിടെയുണ്ട് 13. അപ്പം നമുക്ക് എന്താണ് 13 നമുക്ക് പൊതുവായിട്ട് എടുക്കാം, അല്ലേ? അതായത്
രണ്ട് ടേമാണ്, ഇതൊരു ടേം ഇതൊരു ടേം അല്ലേ. അപ്പം രണ്ട് ടേമാണ്. ഇതിൽ പൊതുവായിട്ട് കോമൺ ആയിട്ട് എന്താണുള്ളത്? 13 ഉണ്ട് അല്ലേ. 13 നമുക്ക് എടുത്ത് വെളിയിലേക്ക് എടുക്കാം. ബാലൻസ് എന്താണെന്ന് നോക്കിക്കേ. 7 × 11 പ്ലസ് 1 അല്ലേ. 13 എടുത്തു. അപ്പം 13 ബ്രാക്കറ്റിൽ 7 × 11 പ്ലസ് 1 അല്ലേ. അപ്പം നമുക്ക് നോക്കിക്കേ. 13 7 × 11 എത്രയാണ്? 77 പ്ലസ് 1 എത്ര കിട്ടി? 13 × 77 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 78 അല്ലേ. 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈം നമ്പർ ആണ്. നമുക്ക് 78നെ വീണ്ടും നമുക്ക് ഫാക്ടർ ചെയ്ത് നോക്കാം. 78നെ ഫാക്ടർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? 2 3 2s are 6 9 അല്ലേ. പിന്നെയോ 3 കൊണ്ട് ചെയ്യാം. 1 3s are 3 3s are 9 അല്ലേ. അപ്പം നമുക്ക് ഇതിൻ്റെ ഫാക്ടർ കിട്ടുന്നത് 13 × 2 × 3 × 13 അല്ലേ. ഇതിനകത്ത് എത്ര ഫാക്ടർ വന്നിട്ടുണ്ട്? മോർ ദാൻ 2 ഫാക്ടർ അല്ലേ. ഇറ്റ് ഹാസ് മോർ ദാൻ എന്ത് പറയാം നമുക്ക്? ഇറ്റ് ഹാസ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്. ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ അല്ലേ. അപ്പം ഇത് കോമ്പോസിറ്റ് നമ്പർ ആണ്. എന്തുകൊണ്ടാണ്? മോർ ദാൻ 2 ഫാക്ടേഴ്സ് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. 7 × ഈ നമ്പേഴ്സ് എന്താണ് കോമ്പോസിറ്റ് നമ്പർ ആണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യം തന്നെ നമ്മൾ നമ്പേഴ്സ് എടുക്കണം അല്ലേ. നമ്പേഴ്സ് എടുത്തിട്ട് അതിൽ കോമൺ ആയിട്ടുള്ള ടേം എടുക്കുക. കോമൺ ആയിട്ടുള്ളത് 13 ആണ്. അതെടുത്ത് കഴിയുമ്പോൾ നമുക്ക് 7 11 പ്ലസ് 1 എന്ന് വരും അല്ലേ. 13 × 7 × 11 77 പ്ലസ് 1 അല്ലേ. 13 × 78. അപ്പോൾ എങ്ങനെ വരും നമുക്ക്? ഈ 13 എന്ന് പറയുന്നത് ഒരു പ്രൈം ഫാക്ടറാണ് അല്ലേ. അതുകൊണ്ടൊക്കെ തന്നെ 78നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് ഫാക്ടറൈസ് ചെയ്യുമ്പോഴത്തേക്കും 2 × 3 × 13. പിന്നെ നമുക്ക് എന്താണ്? 1 കൂടെ വരും. 1 എല്ലാത്തിനും ഫാക്ടർ ആയിട്ടുള്ളത് കൊണ്ട് 1 കൂടെ വരും. അപ്പോൾ എന്തുകൊണ്ടാണ്? ബിക്കോസ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്, രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് അതൊരു കോമ്പോസിറ്റ് നമ്പർ ആണ്. ഇനി നമുക്ക് അടുത്തത് നമുക്ക് നോക്കാം. നമുക്ക് 7 × 6 × 5 × 4 × 3 × 2 × 1 പ്ലസ് 5 അല്ലേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഇത് രണ്ട് ടേമാണ് അല്ലേ. അതുകൊണ്ടാണ് അത് ടേം എന്ന് പറയുന്നത്. ഇത് പ്ലസോ മൈനസോ കൊണ്ട് സ്വിച്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്താണെന്ന് പറയാം? നമുക്ക് ടേംസ് എന്ന് പറയാം അല്ലേ. ഇത് രണ്ട് ടേമാണ് അല്ലേ. ഈ രണ്ട് ടേമിൽ ഇവിടെയും 5 പൊതുവായിട്ടുണ്ട്, ഇവിടെയും കോമൺ ആയിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് എന്താണ് നമുക്ക്? അതുകൊണ്ട് കോമൺ ആയിട്ടുള്ളതിനെ നമ്മൾ ബ്രാക്കറ്റിന് വെളിയിലേക്ക് കൊണ്ടുവരാം. ബാലൻസ് എത്രയുണ്ട് നമുക്ക് നോക്കിക്കേ. 7 × 6 × 4 × 3 × 2 × 1 പ്ലസ് എന്താണ്? 1 എന്ന് കിട്ടി അല്ലേ. ആണല്ലോ. നമുക്കിത് ചെയ്ത് നോക്കാം. 5 × പിന്നെ എന്താണ് വരുന്നത്? 7 × 6 42 42 ഇത് 42 4 × 3 12 12 × 2 24 അല്ലേ. അപ്പോൾ 42 × 24. അപ്പം നമുക്ക് എത്ര കിട്ടി? 1008 കിട്ടി അല്ലേ. 1008 പിന്നെ എത്രയാണ്? ഒരു 1 കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ 5 × 1009 ആണല്ലോ. അപ്പം നമുക്ക് ഈ 1009 എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? 5 എന്ന് പറയുന്ന ഒരു പ്രൈം ഫാക്ടറാണ്. 1000 എന്ന് പറയുന്നതും 1009 എന്ന് പറയുന്നതും ഒരു പ്രൈം ഫാക്ടറാണ്, പ്രൈം നമ്പറാണ് അല്ലേ. ഈ 5 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാണ്. 1009 എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൈം നമ്പറാണ്. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ആ നമ്പറും 1 മാത്രമേ നമുക്ക് ഫാക്ടറായിട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് 5 × 1009 അല്ലേ. ഇത് രണ്ടും എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ് അല്ലേ. അപ്പോൾ പ്രൈം നമ്പേഴ്സിന് എന്താണ് കിട്ടുന്നത്? നമുക്ക് 1009 × 1 നമ്പറും ഇതും നമ്പറും അതുപോലെ തന്നെ ആ ഫാക്ടർ ഇറ്റ് സെൽഫാണ് അല്ലേ. നമ്പർ ആൻഡ് ഫാക്ടർ ഇറ്റ് സെൽഫാണ്. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫാക്ടർ? 3 ഫാക്ടർ അല്ലേ. അത് ഇതിപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് 5 × 109നെ ഫാക്ടറൈസ് ചെയ്താലും മോർ ദാൻ 2 ഫാക്ടേഴ്സ് കിട്ടും. ഇപ്പോഴും നമുക്ക് എന്താണ്? മോർ ദാൻ 2 ഫാക്ടറാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? ഇത് എന്ന് പറയുന്ന കോമ്പോസിറ്റ് ആണ്. ഇറ്റ് ഹാസ് മോർ ദാൻ 2 ഫാക്ടർ അല്ലേ. ദാറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതിൽ കോമൺ ആയിട്ടുള്ള ടേമിനെ
നമ്മൾ വെളിയിലോട്ട് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മോർ ദാൻ 2 ഫാക്ടർ ആണെങ്കിൽ അത് എന്താണ്? കോമ്പസിറ്റ് നമ്പർ ആണ്. അതുപോലെ തന്നെ രണ്ടാമത് കിട്ടുന്നത് അതുപോലെ തന്നെ മോർ ദാൻ 2 ഫാക്ടർ ആണ്. അതുകൊണ്ട് തന്നെ രണ്ടും എന്താണ്? കോമ്പസിറ്റ് നമ്പർ ആണെന്ന് പറയാം. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.